അറബ് രാജ്യങ്ങളുമായി എന്നും ഒരകൽച്ച സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് അമേരിക്ക. അതിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിലൂടെ. യുദ്ധമല്ല, പകരം വേണ്ടത് ബിസിനസ്സാണെന്ന ട്രംപിന്റെ നയം പ്രാവർത്തികമായപ്പോൾ ഒപ്പുവെച്ചത് $3.5 ട്രില്യൺ വരുന്ന കരാറുകളിൽ. യുദ്ധമല്ല, പകരം കച്ചവടമാണ് വേണ്ടതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം യാഥാർത്ഥ്യമാവുന്ന കാഴ്ചയ്ക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് സാക്ഷ്യം വഹിച്ചത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നായി $3.5 ട്രില്യൺ കരാറുകളും നിക്ഷേപങ്ങളും ഉറപ്പാക്കിയായിരുന്നു ട്രംപ് തിരിച്ച് അമേരിക്കയ്ക്ക് വിമാനം കയറിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപാടുകൾ പ്രഖ്യാപിച്ചതിനൊപ്പം സിറിയയ്ക്കെതിരെ ഉപരോധം ഒഴിവാക്കുന്നതടക്കം നയതന്ത്ര പ്രഖ്യാപനങ്ങൾക്കും സന്ദർശനം ഇടയാക്കി. ഹൃദ്യമായ സ്വീകരണമാണ് 3 രാജ്യങ്ങളിലും ട്രംപിന് ലഭിച്ചത്. US പ്രസിഡന്റിൻ്റെ ഗൾഫ് സന്ദർശനം ഒരു ചരിത്ര സംഭവം തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ US-ൻ്റെ ആണെന്നുണ്ടെങ്കിലും UAE-യുടെ ആണെങ്കിലും സൗദിയുടെ ആണെങ്കിലും ഖത്തറിൻ്റെ ആണെങ്കിലും ആ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് അടുത്ത ഒരു 10 വർഷത്തേക്ക് ഒരു ഗണ്യമായ ഉയർച്ചയിലേക്ക് വരാവുന്ന രീതിയിലാണ് ആ ഒരു എക്കണോമിക് ഡീൽസ് എല്ലാം സൈൻ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 4 സെക്ടറുകളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അഡ്വാൻസ്ഡ് ടെക്നോളജി, IT സെക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ്, പിന്നെ ഏവിയേഷൻ, എനർജി. ഈ 4 സെക്ടറുകളിലാണ് ശരിക്കും ഈ എക്കണോമിക് ഡീല് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഓഹരി വിപണികൾ US ആണെന്നുണ്ടെങ്കിൽ ഗൾഫ് വിപണികളാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NVIDIA IT കമ്പനിയാണ് US-ൻ്റെ. ഏകദേശം 17% ഈ 2-3 ദിവസം കൊണ്ട് ഒരു ജമ്പ് അവിടുത്തെ ഓഹരിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടെസ്ല, ഇതെല്ലാം ഒരു 16% 2-3 ദിവസം കൊണ്ട് തന്നെ ജമ്പ് വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഈ US പ്രസിഡന്റിൻ്റെ ഗൾഫ് വിസിറ്റിൽ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമായിരുന്നു ആദ്യ ഔദ്യോഗിക വിദേശരാജ്യ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരിക്കുമെന്നത്. അന്നു മുതൽ ഗൾഫ് മേഖല വലിയ പ്രതീക്ഷയോടെയാണ് ട്രംപിന്റെ സന്ദർശനത്തെ നോക്കിക്കണ്ടത്. അദ്ദേഹത്തിന്റെ 4 ദിവസത്തെ യാത്ര മേഖലയുമായുള്ള അമേരിക്കൻ ഇടപെടലിൽ ഒരു പുതിയ അധ്യായത്തിന് അടിത്തറയിടുകയായിരുന്നു. ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ റിയാദിലെത്തിയ ട്രംപ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സൗദി US നിക്ഷേപ ഫോറത്തിലും ഗൾഫ് US ഉച്ചകോടിയിലും പങ്കെടുത്തു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും വിവിധ രാഷ്ട്ര തലവന്മാരുമായും പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തിയാണ് ബുധനാഴ്ച റിയാദിനോട് യാത്ര പറഞ്ഞത്. സൗദിയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ട്രംപിന്റെ സൗഹൃദത്തിലൂടെ യാഥാർത്ഥ്യമായത് $600 ബില്യൺ കരാറുകൾ. $142 ബില്യൺ പ്രത്യേക ആയുധ കരാർ ഒപ്പുവെച്ചു. ട്രംപിന്റെ സന്ദർശനത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം ഗൾഫിന് പുറത്തുള്ള സിറിയയ്ക്കാണ് അവകാശപ്പെടാനാവുക. ഒരു കാലത്ത് ഭീകരനെന്ന് മുദ്രകുത്തപ്പെട്ട ഇപ്പോഴത്തെ പ്രസിഡന്റ് അൽ ഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത് ചരിത്ര സംഭവമായി. സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിക്കുന്നതായും ട്രംപ് പ്രഖ്യാപിച്ചു. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക, ഭീകരരെ പുറത്താക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ട്രംപ് സിറിയയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സൗദിയുടെ നോക്കുകയാണെങ്കിൽ സൗദി നമുക്ക് നിയോം സിറ്റി അടക്കമുള്ള അഡ്വാൻസുള്ള പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അഡ്വാൻസ്ഡ് IT ടെക്നോളജിയിൽ സൈബർ സെക്യൂരിറ്റി അടക്കം അവിടെ സൗദിയുടെ ഒരു സോവറിൻ ഫണ്ട് സബ്സിഡറി കമ്പനിയാണ് ഹുമൈൻ. ആ ഹുമൈൻ കമ്പനിയും NVIDIA, US-ൻ്റെ NVIDIA കമ്പനിയുമായിട്ടുള്ള കരാറുകൾ ഒപ്പുവെച്ചൊരു ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റമാണ് വരുന്നത് സൗദിയിൽ മൊത്തം. ഖത്തറിലെത്തിയ ട്രംപിനെയും ഉന്നതതല സംഘത്തെയും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഖത്തറുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ഒപ്പുവെച്ചത് $1.2 ട്രില്യൺ കരാറുകൾ. ബോയിങ് കമ്പനിയിൽ നിന്ന് ഖത്തർ എയർവേസിനായി 160 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറാണ് ഇതിൽ പ്രധാനം. $200 ബില്യൺ വരുന്ന തുകയുടെ കരാർ ബോയിങ്ങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ
ജെറ്റ് വിമാന കരാറാണെന്ന് ഒപ്പുവെക്കൽ ചടങ്ങിൽ ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഖത്തറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖത്തറിൽ $1.2 ട്രില്യൺ ഒരു ഇക്കണോമിക് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഖത്തർ എയർവേസിന് അടക്കം ഏവിയേഷൻ സെക്ടറിന് ഒരു വൻ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ആ ഏവിയേഷൻ സെക്ടർ ഒരു സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ അഡ്വാൻസ്ഡ് ഐ ടിയിൽ പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നു, ഡിഫൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഖത്തറിൻ്റെ ആ ഒരു വളർച്ചാനിരക്കിൽ, രാജ്യത്തിൻ്റെ വളർച്ചാനിരക്കിൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ഉന്നയിച്ച അവകാശവാദങ്ങൾ ഡൊണാൾഡ് ട്രംപ് പിൻവലിക്കുന്ന കാഴ്ചയ്ക്കും ഖത്തർ വേദിയായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിച്ചത് താനാണെന്ന് അവകാശപ്പെടുന്നില്ലെന്ന് ഖത്തറിൽ അമേരിക്കൻ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. I don't want to say I did, but I sure as hell helped settle the problem between Pakistan and India last week, which was getting more and more hostile. And all of a sudden you'll start seeing missiles of a different type. And we got it settled. I hope I don't walk out of here and 2 days later find out that it's not settled, but I think it is settled. And we talked to them about trade. Let's do trade instead of do war. And Pakistan was very happy with that, and India was very happy with that, and I think they're on the way. You know, they have been fighting for about 1,000 years, in all fairness. So I said, you know, I could settle that up. I could settle anything. ഖത്തർ സന്ദർശനത്തിന് ശേഷം യുഎഇയിലെത്തിയ ട്രംപിന് രാജകീയ വരവേൽപ്പാണ് ലഭിച്ചത്. യുഎഇയുടെ വ്യോമ അതിർത്തി മുതൽ സൈനിക വിമാനങ്ങളുടെ അകമ്പടി. 17 വർഷത്തിനു ശേഷം ഒരു US പ്രസിഡന്റ് യുഎഇയിലെത്തിയപ്പോൾ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ $20,000 കോടി കരാറുകൾ ഒപ്പുവെച്ചാണ് US പ്രസിഡന്റിന്റെ മടക്കം. വ്യോമയാനം, പ്രകൃതിവാതക ഉൽപാദനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് ഇരു രാജ്യങ്ങളും പ്രധാനമായും കരാറുകൾ ഒപ്പുവെച്ചത്. അബുദാബിയിൽ പുതിയ US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. അടുത്ത 10 വർഷത്തിനുള്ളിൽ US-ൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്ന വൻ പദ്ധതിയും UAE പ്രഖ്യാപിച്ചു. UAE അമേരിക്ക ബന്ധം വളർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിച്ച ഡൊണാൾഡ് ട്രംപിന് UAEയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സമ്മാനിച്ചു. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് സന്ദർശിച്ച ട്രംപ് പിന്നീട് പ്രസിഡൻഷ്യൽ കൊട്ടാരമായ ഖസർ അൽ വദനിൽ ഷെയ്ഖ് മുഹമ്മദ് ഒരുക്കിയ ഔദ്യോഗിക സ്വീകരണത്തിലും പങ്കെടുത്തു. UAEയിൽ ഏറ്റവും വലിയൊരു കാര്യം വരുന്നത് ഇപ്പോൾ ഏകദേശം $1.4 ട്രില്യൺ ഇക്കണോമിക് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. ആ 1.4 ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് US-ന് പുറത്ത് ആദ്യമായിട്ട് അത് ലോകത്തിലെ ഏറ്റവും വലിയ AI ക്യാമ്പസ് വരുന്നത് അബുദാബിയിൽ ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NVIDIA US-ൻ്റെ IT കമ്പനി ഏകദേശം 500,000 സെമി കണ്ടക്ടേഴ്സ് അത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ AI ആയിക്കാണെങ്കിലും മറ്റ് IT കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യാനുള്ള കരാറുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിസ്കോ, നമുക്ക് റൗട്ടേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും സിസ്കോ കമ്പോണൻസ്, IT കമ്പോണൻസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് UAE കമ്പനികളുമായിട്ടും സൈൻ ചെയ്തതായിട്ടുണ്ട്. ഗൾഫിനാകെ ഗുണം ലഭിക്കുന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം പര്യവസാനിച്ചത്. അറബ് രാജ്യങ്ങളുമായി സൗഹൃദം കൂടുതൽ ദൃഢമാക്കിയാണ് ട്രംപ് മടങ്ങുന്നത്.